എൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രണയം അതൊരു വല്ലാത്ത പ്രണയമായിരുന്നു. കൊച്ചുനാളിലെ തൊട്ടേ കളിച്ച് വളർന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് മാനസികമായിട്ട് ബന്ധമുണ്ടായത്. അതെപ്പോഴെങ്കിലും നമുക്കൊരു നല്ല കാലം ഉണ്ടാകുമ്പോൾ കല്യാണം കഴിക്കാമെന്നൊക്കെ ആലോചിച്ചൊക്കെ നടന്നു. അങ്ങനെയാണ് ഈ എയർഫോഴ്സിലൊക്കെ പോയി ചേർന്നത്. പക്ഷേ അവരുടെ സ്ഥിതി ചില അവരുടെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഓഫീസറൊക്കെ ആയിരുന്നു. സൗകര്യമായവർ നമ്മളിങ്ങനെ നടക്കുകയില്ലേ. അപ്പോൾ പിന്നെ സിനിമ എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് അതുമായി. അപ്പോൾ ഇതൊക്കെ ഒരു അന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിരുന്ന ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻസാണ്. ഒരു ജോലി ഉദ്യോഗം എന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്ന് അവിടെ തന്നെ പിടിച്ച് പോകുന്നു, പഠിക്കാനില്ല, അതിന് കൊള്ളുന്നില്ല. പിന്നെ പോയി ചേർന്നിരിക്കണം സിനിമയ്ക്കകത്ത്. അന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം, ആകെ കുഴപ്പം. അങ്ങനെ വന്ന് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊള്ളാവുന്നൊരു പാർട്ടിയായിട്ട് കയറി അന്ന് പെണ്ണുങ്ങൾക്കൊന്നും ഇന്നത്തെ പോലെ സംസാരിക്കാൻ നോക്കില്ല, കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷേ നമ്മുടെ പ്രണയം അന്നും ഒരു അടുത്തട്ടിലേക്ക് കടന്നു പോകുന്നുള്ളത്. ഒരുപാട് കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അതിനുശേഷം സിനിമയും വന്നപ്പോഴും ഒക്കെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ അടുക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണോ നമ്മൾ ആ മാതിരിയുള്ള കാര്യത്തിൽ ഒന്നും മനസ്സ് സംബന്ധിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേക തരത്തിലുള്ള ഒരു പ്രണയം മാത്രം. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ആ ബന്ധം ഒരു 2.5 വർഷത്തോളം മാത്രമേ നിന്നുള്ളൂ. അയാൾ വളരെ ബുദ്ധിപൂർവ്വം അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞ് ഡൈവോഴ്സ് വാങ്ങിച്ച് സ്ഥലം വിട്ടു. അവിടെ ചെന്ന് ഒരു കല്യാണമൊക്കെ ചേർത്ത് അങ്ങനെ ഇയാൾ ആകെപ്പാടെ ഒരു വല്ലാത്ത ചുറ്റുപാടിലായിപ്പോയി. അപ്പോൾ അങ്ങനെ എഴുത്തുകുത്തുകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ, അങ്ങനെയാണ്. അതാണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഈ സിനിമയിലേക്ക്? സപ്പോർട്ടേ ഇല്ലായിരുന്നു, യാതൊരു സപ്പോർട്ടും ഇല്ലായിരുന്നു. മാത്രമല്ല അല്ല, ചേച്ചിയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല? ഒരു എൻ്റെ ഭാഗത്തുനിന്നില്ല, അവരുടെ ഭാഗത്തുനിന്നില്ല. ഭയങ്കര. അല്ല, ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു സിനിമാ ജീവിതത്തിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ചെന്ന് പോയപ്പോൾ ചെറുക്കനവിടെ പോയി കിടന്ന് തെറ്റാൻ പോകാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ഈ മുഖം കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ അധികം അതിനെപ്പറ്റി ഒന്നും ആരും പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു സ്വഭാവമായിരുന്നു. നമ്മളൊന്നിനെ തുരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങണത്തായതുകൊണ്ട് വില്ലൻ വേഷങ്ങളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന തരത്തിലുള്ള കുറച്ച് വില്ലൻ വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹീറോയിലേക്കുള്ളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നില്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ ആദ്യമായി സിനിമ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിനയത്തിൻ്റെ തുടക്കം തന്നെ അത് വേറെ രീതിയായിരുന്നു. ഞാൻ സത്യത്തിൽ 2 നാടകങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് പുറത്ത്. തിരുവനന്തപുരത്ത് മഹാരാജാവിൻ്റെ മുമ്പിൽ ഒക്കെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് കോളേജിൽ വെച്ചിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ തിരുവനന്തപുരത്ത് ഈ നാടകം ആളുകൾ കണ്ടിട്ട് അതിൽ നിന്ന് ചില ആളുകൾ പറയാൻ തുടങ്ങിയത് നന്നായി, എനിക്ക് സിനിമയ്ക്കകത്ത് ട്രൈ ചെയ്യണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മളുടെ ഉള്ളിലുണ്ടായ ഒരു ചെറിയൊരു സംഭവം. അങ്ങനെയാണ് നമ്മൾ സിനിമ ട്രൈ ചെയ്യാൻ പോയത്.